ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഗൈസ്. ഇന്ന് മൊത്തത്തിൽ സ്ട്രൈക്കാണ്. അപ്പോൾ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഗൈസ് എനിക്ക് പുറത്തിറങ്ങാതിരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. എനിക്കാണെങ്കിൽ പൊതുവെ വീട്ടിനകത്ത് വെറുതെ കുത്തിയിരിക്കുന്ന ഇഷ്ടമേ അല്ല. അപ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും. ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് ഗൈസ് ഒട്ടുമിക്ക ആൾക്കാരൊന്നും പുറത്തിറങ്ങത്തില്ല കേട്ടോ. പക്ഷേ ഗൈസ് ഞാൻ എന്തായാലും വീട്ടിനകത്ത് ഇരിക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ പുറത്തോട്ട് പോകാനായിട്ട് പോകുവാണ്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പോലീസും സ്ട്രൈക്കിൻ്റെ ആൾക്കാരും അതും ഇതുമൊക്കെ ആയിരിക്കും. നമുക്ക് എന്തായാലും കേസ് ഒന്ന് പോയി നോക്കാം. പിന്നെ ഞാനൊരു ചെറിയൊരു മീറ്റപ്പ് നമ്മുടെ സിറ്റി വണ്ണി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുമോ എന്ന് എനിക്കറിയത്തില്ല. ധൈര്യമുള്ള ആൾക്കാരൊക്കെ വരുമായിരിക്കുമേ. ഞാനിപ്പോൾ നിൽക്കുന്ന സിറ്റി 2 സ്ട്രൈക്കിൻ്റെ അങ്ങനെ വലിയ സീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സീൻ എന്ന് പറയുകയാണെങ്കിൽ സിറ്റി 1 അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ ഹൂണികം കൊണ്ട് നമ്മുടെ ഗ്യാരേജിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടിയാണെങ്കിൽ കുറേ ദിവസമായി ഞാൻ എടുത്തിട്ട് ഇവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറുക്കനെ എടുത്തുകൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഈ വണ്ടിക്കാണെങ്കിൽ ഒടുക്കത്തെ സൗണ്ടുമാണ്. ഈ ഒരു സ്ട്രൈക്ക് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ആ ഒരു സ്ഥലത്തൂടാണ് ഞാൻ ഈ ഒരു വണ്ടി ഇത്രയും പവറുള്ള ഒരു വണ്ടിയും കൊണ്ട് പോകുന്നത്. അപ്പം അത് സീനാകുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ജീവിതത്തിൽ എന്തെങ്കിലും ക്രേസി സംഭവങ്ങളൊക്കെ ചെയ്താലല്ലേ കേസ് അതൊരു ലൈഫ് ആകത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നൊരു ക്രേസി സംഭവം ചെയ്തേക്കാം. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇതുപോലൊരു ചെറിയ മീറ്റപ്പ് നമ്മുടെ സിറ്റി വണ്ണി വെച്ചിട്ടുണ്ടെന്ന്. എല്ലാവരും വരുമോ എന്ന് നമുക്ക് നോക്കാം. ആൾക്കാർ മിക്കവാറും കുറവായിരിക്കും കേട്ടോ. എല്ലാവർക്കും അവരുടെ വണ്ടി ഈ ഒരു സ്ട്രൈക്ക് സമയത്ത് പുറത്തിറക്കാനായിട്ട് പേടിയായിരിക്കും. എനിക്കെന്തായാലും കേസ് ഒരു പേടിയില്ല. നമുക്കെന്തായാലും ഇവിടുന്ന് പെതിയങ്ങ് ഇറങ്ങിയേക്കാവേ. ഞാനിപ്പോൾ ഈ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റി വണ്ണിലെ കാർ സെയിലില്ലേ അവിടെ വെച്ചാണ്. അപ്പോൾ അവിടെ വരെ എത്തുവാണെങ്കിൽ കുഴപ്പമില്ല. അതിന് മുമ്പ് എന്തെങ്കിലും സീൻ ഉണ്ടായാലാണ് പ്രശ്നം. എന്തായാലും സിറ്റി 2 നമ്മുടെ ഇവിടെ വലിയ സീനൊന്നും കാണത്തില്ല. പോലീസ് വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെറ്റി അടച്ചങ്ങ് പോവാം കേട്ടോ. എൻ്റെ മോനെ കേസ് വണ്ടി ഇറങ്ങി വരുന്ന ഒരു ലുക്കുണ്ട്. ഈ ഒരു വണ്ടിക്ക് ഭയങ്കര ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പോൾ ഇന്നലെ ഈ ഒരു വണ്ടി ഇങ്ങോട്ട് കയറ്റാനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് നേരെ അങ്ങ് കാല് കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ കേസ് ഒരു മനുഷ്യൻ പോലും പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ അടിപൊളി. ഇവിടെ സീനായിരിക്കുകയാണ് ഗൈസ്. ദാണ്ട് ഇവിടെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. 2 വണ്ടി പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് എന്തായാലും തന്നെ അങ്ങോട്ട് കൊണ്ട് നിർത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഗൈസ്, ഇറങ്ങിയപ്പം തന്നെ സീനായല്ലോ. നമുക്ക് നൈസായിട്ട് എന്തായാലും ഇവിടെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്തേക്കാം. എന്നെ വിടുവോ എന്ന് എനിക്ക് സംശയമാണ്. ഞാനൊരു മീറ്റപ്പൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാതിരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഇവിടെ 2 വണ്ടിയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ചെന്നൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എൻ്റെ പൊന്നോ ഗൈസ്, ഇവരാണെങ്കിൽ ഒരു വിധത്തിൽ എന്നെ വിടത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞ് ഞാനൊരു വിധത്തിൽ സമ്മതിപ്പിച്ചെടുത്തു. ഞാൻ ഈ ഒരു സിറ്റി 2 വിട്ട് പോകത്തില്ലെന്നാണ് അവരോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ സിറ്റി 2 വിട്ട് പോകുമല്ലോ. ഇനി എന്തായാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവരറിയത്തില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. പുറത്തോട്ട് ഇറങ്ങിയാൽ എന്തെങ്കിലും പെറ്റിയൊക്കെ വാങ്ങിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ പോലീസുകാർ നൈസായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പെറ്റിയോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചില്ല. ഇനി നമുക്ക് പെട്ടെന്ന് അങ്ങ് പോയേക്കാം. എത്രയും പെട്ടെന്ന് സിറ്റി 1 എത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളൂ. കാരണം ഞാൻ അവരോട് ഇങ്ങനെ ഒരു മീറ്റപ്പ് പറഞ്ഞിട്ട് ഞാൻ ചെല്ലാതിരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര മോശം പരിപാടിയല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പോയേക്കാം കേട്ടോ. ഞാൻ മാക്സിമം വണ്ടി 300 പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നത്. 300 അല്ല, ഹൈവേ കയറി കഴിഞ്ഞാൽ ഞാൻ 300 പോകുന്നത്. എന്തായാലും ഇനി ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് സിറ്റി 1 എത്തിയിട്ട് വരാവേ. എൻ്റെ പൊന്നോ ഗൈസ്, അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ സിറ്റി 1 കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ് കേട്ടോ. ഞാൻ സിറ്റി 2 പെട്രോൾ പമ്പ് തപ്പിയാണ് വന്നുകൊണ്ടിരുന്നത്. എങ്ങും തുറന്നിട്ടില്ലായിരുന്നു ഈ ഒരു സ്ട്രൈക്ക് കാരണം. പിന്നെ ഇവിടെ എന്തോ ഒരു ഭാഗ്യത്തിന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചു പോയത്? എന്തായാലും ഫുൾ ടാങ്ക് തന്നെ അങ്ങ് അടിച്ചേക്കാം. നമുക്ക് ഇന്ന് കുറച്ച് ഡ്രിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഈ ഒരു റോഡ് നോക്കിയേ. റോഡിലോട്ട് നോക്കുമ്പോൾ ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. അവരൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഡ്രിഫ്റ്റൊക്കെ അടിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നതായിരിക്കും. പിന്നെ ഇവിടെ കുറേ ബാരിക്കേഡ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് കേട്ടോ അത് കാണാനായിട്ട് പറ്റുന്നത്. ഗൈസ്, ഇവിടെ നോക്കുമ്പോൾ റോഡ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റും. പക്ഷേ അതല്ല പ്രശ്നം. ഈ ഒരു സൈഡിലോട്ടൊക്കെ നോക്കുമ്പം ഇവിടെ എല്ലാം ഒരു മൂടി വെച്ചിരിക്കുകയാണ്. ഇതേ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമുക്ക് വണ്ടിയും കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഇതുകൊണ്ട് ഇത്രയും വലിയ ബാരിക്കേഡ് എന്നൊക്കെ പറഞ്ഞപ്പം ഗൈസ്, ഞാൻ ഇത്രയും വലിയ ബാരിക്കേഡ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതൊരുമാതിരി മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ. ഇതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല. ചേട്ടാ, ഇതിവിടെ ഇത്രയും വലിയ പണിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത്രയും വലിയ സ്ട്രൈക്കായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതേ കണ്ടോ, ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ചാടിപ്പോലും പോകാനായിട്ട് പറ്റത്തില്ല. ഞാനിപ്പോൾ ഒന്ന് അങ്ങോട്ടും എല്ലാം പോകണമെങ്കിൽ കുറേ കറങ്ങി വേണം പോകാനായിട്ട്.
എന്താണ് ഇത്രയും വലിയ സ്ട്രൈക്കിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു? എൻ്റെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു കാർ സെയിലിൽ അങ്ങോട്ട് പോകണമെന്നാണ്. പക്ഷേ കാർ സെയിലിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു ബൈപ്പാസ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പുറം വഴി എന്തായാലും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല, അവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൈപ്പാസ് വഴി പോകാനായിട്ട് പറ്റുമോ ഞാൻ നോക്കട്ടെ. ഓക്കെ, അതുകൊണ്ട് ഇവിടെയും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരാളൊക്കെ നിപ്പുണ്ട് കേട്ടോ. ഇവരാണെന്ന് തോന്നി ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇവർക്ക് നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ ഒരു ഏതോ ഒരു ധൈര്യമുള്ളൊരു മച്ചാൻ രണ്ട് കേസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഒരാളെങ്കിലും കണ്ടല്ലോ, എനിക്ക് സന്തോഷമായി. സന്തോഷം. നവൻ ബ്രോ ഹായ്. എന്റെ മോനെ, ഇതെന്താ ഹൂണികളുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇതെന്താ സ്ട്രൈക്കിന് ഒരു മീറ്റപ്പ് ഒക്കെ? മച്ചാനെ, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണ്ടേ? ഇതെന്താണ്, പുതിയ വണ്ടിയാണോ? പുതിയ വണ്ടിയാ, ഞാൻ ഒരാഴ്ചയായുള്ളൂ എടുത്തിട്ട്. എന്നാ വാ, നമുക്ക് കാർ സെയിലിന് അങ്ങോട്ട് പോയേക്കാം. അവിടെ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഇത്ര നിശബ്ദതയുടെ ഇടയ്ക്ക് ഒരു മച്ചാനെങ്കിലും കണ്ടല്ലോ കേസ്, എനിക്ക് സന്തോഷമായി. സന്തോഷം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട്, അതായത് കാർ സെയിലിന് അങ്ങോട്ട് പോകണം. എനിക്കാണെങ്കിൽ വഴി ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. എതുവഴിയാണ്? ബൈപ്പാസ് പോകണമെങ്കിൽ ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റാണ് പോകേണ്ടത്. പക്ഷേ അതുകൊണ്ട് അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ആ ഒരു റൈറ്റിൽ കാണുന്ന ആ ഒരു വഴിയാണ് നമുക്ക് കയറി പോകേണ്ടത്. പക്ഷെ അങ്ങോട്ട് അങ്ങനെ കയറി പോകും. അതുകൊണ്ട് ഇവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി ഞാൻ കറങ്ങി എല്ലാം പോകേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോൺ എടുത്ത് നോക്കട്ടെ. ഡ്രോൺ എടുത്ത് നോക്കുമ്പം ഇതുവഴി ഒന്നും നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഇതെന്താണ്? ഞാൻ തിരിച്ച് വന്ന വഴി തന്നെ പോകണോ? ചേട്ടാ, ഇത് മൊത്തത്തിൽ പണിയായല്ലോ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ കേസ് കാർ സെയിൽ പൂട്ടിയിട്ടേക്കുവാണെങ്കിൽ മൊത്തം തേഞ്ഞു, പിന്നെ നമുക്ക് ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഇവിടുന്ന് വണ്ടി തിരിച്ചിട്ടുണ്ട്. ഞാനിപ്പം വന്ന വഴിയില്ല, ഒരു സെയിം വഴി തന്നെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ വല്ലതും പോയി കഴിയുമ്പം ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടുന്ന് റൈറ്റ് എടുത്ത് റൗണ്ട് എടുത്ത് പോകണം കേട്ടോ. അതുകൊണ്ട് വേറൊരു മച്ചാനും ദേ ഗേസ് കുറേ ആൾക്കാർ. എൻ്റെ മോനെ ഗേസ്, ആൾക്കാർ ധൈര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാന്മാർ വേറെ ലെവലല്ലേ. ഓക്കെ, എൻ്റെ പൊന്നോ ഗേസ്, ഫൈനലി ആ ഒരു റൂട്ട് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുഴപ്പമില്ല. ഇനി നേരെ അങ്ങനെ അങ്ങ് പോയാൽ മതി കേട്ടോ. ആ ഒരു ബൈപ്പാസ് കയറിക്കഴിഞ്ഞ് ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഫയർഫോഴ്സും ആംബുലൻസും എല്ലാം കിടപ്പുണ്ട്. ഇന്ന് സ്ട്രൈക്കിൻ്റെ ആൾക്കാരൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് ഇവിടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാർച്ചോ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു ബൈപ്പാസ് കയറുകയാണ്. ഫൈനലി കേസ് കുറേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു മീറ്റപ്പ് വെച്ചുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു അനക്കമെങ്കിലും ഉള്ളത്. കേസ് ഇത് കണ്ടോ, ഇതെന്താണ് സംഭവം? എന്താണ്ട് ഓയിൽ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതേ കുറേ ആൾക്കാരൊക്കെ മേളിൽ കയറി നിൽക്കുന്നു. ഇവരിവിടെ സ്ട്രൈക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നിരാഹാര സമരമോ ആ ടൈപ്പ് എന്തോ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ എന്തിനാണ് ഇവർ ഇത്ര മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്? എല്ലാ ഡോക്ടേഴ്സും എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇനി വേഷമാണെങ്കിൽ നിൽക്കുന്നതാണോന്നും അറിയത്തില്ല. സംഭവം എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ ഇരുന്നിരുന്നെങ്കിൽ എനിക്കിതൊക്കെ കാണാനായിട്ട് പറ്റുമായിരുന്നോ? അപ്പോൾ സ്ട്രൈക്ക് ആണെങ്കിലും കേസ് നിങ്ങളൊന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊക്കെ കാണാൻ പറ്റുമല്ലോ. നമുക്ക് എന്തായാലും സമയം കളയേണ്ട കേസ്, നേരെ കാർ സെയിലിൻ്റെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ അത് കുറേ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. ഇതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കുറേ വണ്ടികൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതല്ലായിരുന്നല്ലോ നമ്മുടെ കാർ സെയിലിലോട്ടുള്ള വഴി. ഓക്കെ, കാർ സെയിലിൻ്റെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണോ? പാളി. എൻ്റെ പൊന്നോ, ഇത്ര ഞാൻ ഓടി വന്ന് വെറുതെ ആയോ? അല്ല കേട്ടോ, അപ്പുറത്തൂടെ വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തോട്ട് എൻ്റർ ആകാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ എങ്ങനെ ഇനി ഞാൻ കറങ്ങി, എൻ്റെ പൊന്നോ കേസ്, ഞാനിനി എന്തോരം ദൂരം കറങ്ങി വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. അടിപൊളി. നമുക്ക് ഇവിടെ അങ്ങ് മീറ്റപ്പ് വെച്ചാലോ? ഇവിടെ മീറ്റപ്പ് വെച്ചാൽ ശരിയാകത്തില്ല. ആ ഒരു മീറ്റപ്പിൻ്റെ വൈബ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യണം. എൻ്റെ പൊന്നോ കേസ്, ഒരു വിധത്തിൽ കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെ ഞാൻ വേണ്ട കാർ സെയിലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തോരം ദൂരം ഞാൻ കറങ്ങിയെന്നറിയാവോ ഈ ഒരു സ്ഥലത്തോട്ട് വരാനായിട്ട്? കുറേ മച്ചാന്മാരൊക്കെ കേസ് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ കറങ്ങിയൊക്കെ. ഇനി അവരൊക്കെ വരട്ടെ. അവർ വരുന്ന സമയം കൊണ്ട് കുറച്ച് ഡ്രിഫ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിയുവാണെങ്കിൽ എനിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ത്വരയാണ് കേട്ടോ. പക്ഷേ സ്മോക്ക് അങ്ങോട്ട് വരുന്നില്ലല്ലോ. ഓക്കെ, വരുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫുള്ള് ബേൺ ഔട്ടായിരിക്കും. എൻ്റെ മോനെ, ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക വൈബാണ്. അത് നിങ്ങൾ ഈ ഒരു വണ്ടി ഓടിച്ച് നോക്കിയാലേ മനസ്സിലാവും. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാവേ. ഫ്രണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഏതാ വൈബ് മോനെ. വണ്ടി തന്നെ മിക്സിക്കകത്തൊക്കെ കിടന്ന് കറങ്ങുന്ന പോലെ കറങ്ങുകയാണ് കേട്ടോ. മച്ചന്മാരൊക്കെ അടിപൊളി റിയാക്ഷനൊക്കെ ഇടുന്നുണ്ട്. ഏതാ സാധനം, ലുക്ക് നോക്കിയ കേസ് വണ്ടിയുടെ. ഡ്രിഫ്റ്റ് ചെയ്ത് വണ്ടി അങ്ങ് ചൂടായിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാവേ. അപ്പോഴത്തേക്കും വേണ്ട ഇവിടെ സൈഡിലേക്ക് നോക്കുമ്പം ഫോർച്യൂണർ മച്ചാൻ എൻ്റെ പോലെ വേണ്ട ഡ്രിഫ്റ്റ് ചെയ്യുന്നു. മച്ചാൻ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നിർത്തിയല്ലോ, അതെന്താ ഗൈസ്? ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരൊക്കെ പോലീസ് പിടിച്ചിട്ടുമുണ്ട്.
പിന്നെ വേറെ ആൾക്കാർക്കൊക്കെ വഴി തെറ്റിയും പോയിട്ടുണ്ട് കേട്ടോ. ദാണ്ട് ഇവിടെ കുറേ വണ്ടികളൊക്കെ മറിഞ്ഞൊക്കെ കിടക്കുന്നു. ഇന്നത്തെ മീറ്റപ്പ് മൊത്തത്തിൽ സീനാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. ഇനി ആ പോലീസ് അവരെ ഇറക്കിക്കൊണ്ട് വരണം. ഒരു വള്ളി ഇല്ലാതെ വെറുതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വന്ന് വള്ളി ഉണ്ടാക്കണം. എന്തൊരു അസുഖമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാനിനി അവരെ പോയി ഇറക്കിക്കൊണ്ട് വരട്ടെ. നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്. Are you happy now?